നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് കണ്ടെത്താൻ ഇന്ത്യക്ക് കഴിയും. ഒരു ഹോളിവുഡ് സിനിമയുടെ നിർമ്മാണ ചിലവിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ചൊവ്വാഗ്രഹത്തിൽ പോകാനുള്ള ടെക്നോളജിയും ഇന്ത്യക്കുണ്ട്. പക്ഷേ രാജ്യത്തെ പൗരന്മാർ അപകടത്തിൽപ്പെട്ടിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടും എവിടെയാണ് എന്ന് പോലും കണ്ടെത്താനുള്ള സംവിധാനം നമുക്ക് ഇപ്പോഴും ഇല്ലത്രേ. വടക്കൻ കർണാടകയിൽ ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇത്രയും അഴിമതിക്കാരായ പോലീസ് സംവിധാനം ഇന്ത്യയിൽ വേറെ ഒരിടത്തും കാണില്ല. പൈസ കിട്ടാതെ അവറ്റകൾ കാര്യമായി ഒന്നും ചെയ്യില്ല. കുറച്ചുനാൾ മുമ്പ് എൻ്റെ സഹപ്രവർത്തകർ സഞ്ചരിച്ച കേരള രജിസ്ട്രേഷൻ കാർ വടക്കൻ കർണാടകയിൽ അപകടത്തിൽപ്പെട്ട് പറഞ്ഞു. ഭാഗ്യത്തിന് ആർക്കും കാര്യമായ പരിക്ക് പറ്റിയില്ല. ഇൻഷുറൻസ് ക്ലെയിമിന് GD എൻട്രി ചെയ്യാൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ 15,000 രൂപയാണ് കൈക്കൂലി ചോദിച്ചത്. പിന്നെ ലോക്കൽ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട് അത് 7,500 രൂപയായി കുറച്ചു. അമ്മാതിരി ഐറ്റങ്ങളാണ് കർണാടക പോലീസിൽ കൂടുതലും. മനുഷ്യജീവനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നവരല്ല. കിട്ടേണ്ടത് കിട്ടാതെ അവർ ഒന്നും ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും സൈന്യത്തെ ഇറക്കാത്തത് എന്നത് അത്ഭുതപ്പെടുത്തുന്നു. അപകടം നടന്നതിൻ്റെ തൊട്ടടുത്തുള്ള കാർവാറിൽ ഇന്ത്യൻ നേവിയുണ്ട്. കർണാടകയിൽ ഇന്ത്യൻ ആർമിയുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടോ എന്നത് വ്യക്തമല്ല. അവരെ ഒരുപക്ഷെ അറിയിച്ചു കാണാൻ സാധ്യതയില്ല. ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് ഇന്ത്യയുടെ സൈന്യം. കർണാടക പോലീസിനെ പോലെ അഴിമതി നിറഞ്ഞ പ്രൊഫഷണലിസം ഒട്ടുമില്ലാത്ത സംവിധാനത്തെ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും നല്ലത് അപകടത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ നാട്ടുകാർ അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയാത്തത് രാജ്യത്തിന് മുഴുവൻ നാണക്കേടാണ്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. ആ ചെറുപ്പക്കാരന് ഒന്നും സംഭവിച്ചിട്ടില്ല, രക്ഷപ്പെട്ടു എന്ന നല്ല വാർത്ത കേൾക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ജിതിൻ കെ ജേക്കബ് എന്ന വ്യക്തി പങ്കുവെച്ചൊരു പോസ്റ്റാണ് ഞാൻ വായിച്ചത്. പക്ഷേ അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിൽ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. കാര്യം ഒരു പതിറ്റാണ്ട് 1.5 പതിറ്റാണ്ട് മുമ്പ് നമുക്കറിയാം സുനാമി ഇവിടെ അടിച്ചിരുന്നു ലോകത്ത് ചില പ്രദേശങ്ങൾ. അതും നമ്മുടെ രാജ്യവും അതിൻ്റെ ഇരയായിരുന്നു. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെയാണ്. അവിടെ അപകടത്തിൽപ്പെട്ടവരെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് പോലും അറിയാവുന്ന അത്തരം മെഷീനുകളൊക്കെ വെച്ചിട്ട് അവിടെ തെരച്ചിൽ നടത്തുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ വന്ന് അവർ രക്ഷപ്പെട്ട കാര്യമൊക്കെ മാധ്യമങ്ങളോട് പറയുകയൊക്കെ ചെയ്ത് വായിച്ചതും കണ്ടതുമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ആരാണോ അതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവരെ അറിയിച്ചാൽ മാത്രമേ അവർ വന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തുകയുള്ളൂ. നമുക്ക് സുശക്തമായിട്ടുള്ള സൈന്യമുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഇതുപോലുള്ള അപകടങ്ങളിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ടീമുകളും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ ഏത് സംസ്ഥാനമാണോ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഭരിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഭരണകൂടം ആർജവത്തോടു കൂടി ഇത്തരം കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കുകയും തങ്ങളെക്കൊണ്ട് തങ്ങളുടെ കയ്യിൽ നിൽക്കാത്തതാണ് കാര്യങ്ങളെങ്കിൽ തങ്ങളുടെ മുകളിലുള്ള ആളുകളെ അറിയിക്കുകയും സൈന്യത്തിന് വരുത്തേണ്ടതാണെങ്കിൽ സൈന്യത്തിനെ വരുത്തുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടീമുകളാണ് വരുത്തേണ്ടെങ്കിൽ അത്തരക്കാരെയും വരുത്തിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ വായിച്ച പോലെ തന്നെ അവിടുത്തെ പോലീസും അവിടുത്തെ സർക്കാരുമൊക്കെ അങ്ങേയറ്റം നിസ്സംഗതയോടെയാണ് ഇതിനെ കാണുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അവിടുത്തെ മാധ്യമങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ കൊടുക്കുന്ന പോലുള്ള വാർത്തയുടെ ഒരു 100-1 പോലും പ്രാധാന്യമൊന്നും അവരൊന്നും ഇതിന് കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം പോലും അവിടുത്തെ SP എന്ന ഈ രക്ഷാപ്രവർത്തനത്തിന് വന്നിരിക്കുന്ന ഒരു മലയാളിയുടെ മുഖത്തടിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ നമ്മൾ കണ്ടു. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇതുപോലുള്ള ഒരു ദുരന്ത മുഖത്ത് ആളുകൾ ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ നേരെ പോലീസുകാർ ചാടി കയറുന്നത് അത് ശരിയായിട്ടുള്ള രീതിയല്ല. എല്ലാ അർത്ഥത്തിലും അവിടെ ഒരു ഭരണമുണ്ടെങ്കിൽ കൂടിയും ഏതാണ്ട് അരാജകത്വത്തിൻ്റെ രീതിയിലുള്ളൊരു ജനതയും അതുപോലെ തന്നെ പോലീസുമാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാവുന്നു. ഈ ജിതിൻ പറഞ്ഞ പോലെ അവിടുത്തെ ആളുകളെയും അവിടുത്തെ രക്ഷാപ്രവർത്തനമൊക്കെ നോക്കി നിൽക്കുന്നേക്കാൾ നല്ലത് ഇവിടെ ആ അർജുൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും നേരെ അവിടെ പോയി ഈ മണ്ണ് മാറ്റി കളഞ്ഞ് രക്ഷിക്കാൻ നോക്കിയാലും ഇതിനും പെട്ടെന്ന് കാര്യം നടക്കുമെന്നാണ് തോന്നുന്നത്.